ഹലോ ഫ്രണ്ട്സ്, എക്സ്പ്ലോർ ദ അൺട്രാവേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിലേക്ക് ഒരു റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 600 കിലോമീറ്റർ വരും. അതൊരു 9-9.5 മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല റോഡുകൾ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മെയിനായിട്ട് 2 സ്ഥലങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ട്രിപ്പിൽ. ഒന്ന് രാമോജി ഫിലിം സിറ്റി, പിന്നെ ശില്പാരാമം. അതിനുശേഷം കുറച്ച് സ്ട്രീറ്റ് ഫുഡും കൂടി ട്രൈ ചെയ്യണമെന്നുണ്ട്. നോക്കാം എല്ലാം കൂടി സാധിക്കുമോ എന്ന്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിന്റെ പ്രചോദനം. ശരി, എങ്കിൽ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് വരാം. രാവിലെ ആയതുകൊണ്ട് ട്രാഫിക് ഒട്ടും തന്നെ കാണാനില്ല. നോക്കാം. എന്തു മനോഹരമായ കാഴ്ചകളാണല്ലേ. വാവ്. നമ്മൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. കാരണം അറിയില്ല ഇനി ദൂരം പോകുന്നതനുസരിച്ച് ഇനി നല്ല ഹോട്ടൽസ് ഉണ്ടാവുമോ എന്ന് അറിയില്ല. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ നമ്മൾ ഇവിടെ കണ്ട ഈ റെസ്റ്റോറന്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് ഇവർ ഈ ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ യാത്രയിൽ ഇതൊക്കെ കണ്ണിന് നല്ലൊരു കുളിർമ തന്നെ നൽകുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലാണ്. ഇവിടെ ഈ ഹൈവേസിൽ റോഡ് സൈഡിൽ 2 അട്രാക്ഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഇപ്പോൾ നിങ്ങൾ ഇടത് ഭാഗത്ത് കാണുന്ന വിൻഡ് മിൽ. ഈ പ്രോജക്റ്റ് 2017 കമ്മീഷൻ ചെയ്തതാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദിസ് പ്രോജക്റ്റ് വാസ് ഡെവലപ്ഡ് ആൻഡ് ഓൺഡ് ബൈ സുസ്ലോൺ എനർജി. ഇനി രണ്ടാമത്തെ അട്രാക്ഷൻ, അത് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന കിയയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആണ്. ഏകദേശം 536 ഏക്കേഴ്സിൽ വരുന്ന ഈ പ്ലാന്റിൽ നിന്നും ഒരു വർഷം 3 ലക്ഷത്തോളം വാഹനം നിർമ്മിക്കാൻ കഴിയുമെന്നാണ് അറിഞ്ഞത്. ഇവിടെ ഈ കർഷകർ കൃഷി ചെയ്യുന്നത് ഗുണ്ടൂർ മുളകാണ്. അത് നല്ല സ്പൈസി ആയിട്ടുള്ള മുളകാണത്. ഗുണ്ടൂർ ഇത് മിർച്ചി, ഗുണ്ടൂർ. ഇത് ഏകദേശം ഒരു 3-4 മാസം എടുക്കും മുളകായി വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവരത് ബാംഗ്ലൂരേക്കും പിന്നെ ബാക്കി എല്ലാ മാർക്കറ്റിലേക്കുമാണ് അയക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള മുളകാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ ഈ ഹോട്ടലാണ് വന്നത്. നല്ല ഹോട്ടലാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ നമ്മൾ നോർത്ത് ഇന്ത്യൻ മീൽസാണ് ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലെസ് സ്പൈസി വേണമെന്ന്. കാരണം നിങ്ങൾക്കറിയാലോ ആന്ധ്രയിലെ ഫുഡെല്ലാം നല്ല സ്പൈസിയാണ്. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നല്ല ഫുഡാണ്. സ്പൈസി ഇഷ്ടപ്പെടാത്ത എന്നെപ്പോലെ ആൾക്കാർക്ക് അവരോട് ആദ്യം കുറക്കണമെന്ന്, എങ്കിൽ മാത്രമേ അത് കഴിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരത് മസാലയെല്ലാം കുറച്ച് തരും. ഓവറോൾ നല്ല ഫുഡാണ്. പക്ഷേ ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഡിവൈഡറിലുള്ള ലൈറ്റ്സ് നോക്കൂ, എന്ത് മനോഹരമായിട്ടാണ് ഇത് കാണുന്നത്. രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും.
നമ്മളിപ്പോൾ ഔട്ടർ റിംഗ് റോഡിലെത്തിയിരിക്കുകയാണ്. ഔട്ടർ റിംഗ് റോഡ് ഒരു 158 കിലോമീറ്റർ റിംഗ് റോഡ് എക്സ്പ്രസ് വേ ആണ്. ഇതിൽ മാക്സിമം സ്പീഡ് 100 കിലോമീറ്റർ/ഹവറും. ഇതൊരു 8 ലെയിൻ റിംഗ് റോഡ് എക്സ്പ്രസ് വേ ആണ്. 8 ലെയിൻ ഉണ്ട് ഇവിടെ. അതിൽ 4 ലെയിൻ ഒരു ഭാഗത്തും 4 ലെയിൻ മറ്റൊരു ഭാഗത്തുമാണ്. നമ്മളിപ്പോൾ എക്സിറ്റ് 19-ൽ നിന്നും ഹൈടെക് സിറ്റിയിലേക്ക് കടക്കുകയാണ്.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഹൈദരാബാദിലെ കാഴ്ചകളുമായി അടുത്തു തന്നെ ഞാൻ വേറെ ഒരു വീഡിയോയുമായി വരുന്നതാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.